വെൽക്കം യു ഓൾ ടു മൈ ടീച്ചർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5th സ്റ്റാൻഡേർഡിൻ്റെ മാത്തമാറ്റിക്സ് അതിൻ്റെ 7th ചാപ്റ്ററാണ്. 7th ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻസൈഡ് നമ്പേഴ്സ്. സോ നമ്പേഴ്സിനകത്തുള്ള കാര്യങ്ങൾ മെയിൻലി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ഒന്ന് ടേബിളാണ്. നിങ്ങളെല്ലാം ലോവർ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും ടേബിൾസ് എന്ന് വെച്ചാൽ എന്താ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ്. അതായത് 1 2 3 4 5 6 7 8 ഇങ്ങനെ അങ്ങോട്ട്. അതേപോലെ തന്നെ ഈ സൈഡിൽ നമ്മൾ എഴുതും 1 2 3 4 5 6 താഴോട്ട്. സോ ഇതാണ് ടേബിൾ എന്ന് പറയുന്നത്, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. സോ ഇങ്ങനെ ഒരു ടേബിൾ നിങ്ങൾ ബുക്കിൽ വരച്ച് അത് കറക്റ്റായിട്ട് മക്കപ്പ് ചെയ്യണം. വായിച്ച് പഠിക്കണം. സോ ഇവിടെ ഓരോ ബോക്സിൽ നിങ്ങൾ എന്തോ എഴുതുന്നത്? 1 × 1 1, 1 × 2 2. 1 കൊണ്ട് നമ്മൾ ഏതിനെ മൾട്ടിപ്ലൈ ചെയ്താലും അതേ നമ്പർ തന്നെ ആയിരിക്കും നമ്മൾ കിട്ടുന്നത്. അതായത് നിങ്ങൾ 10നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 10 തന്നെ ആയിരിക്കും കിട്ടുന്നത്. 100നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100 തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഇഫ് യു ആർ മൾട്ടിപ്ലൈയിങ് 1000 വിത്ത് 1 യു വിൽ ഗെറ്റ് 1000. ഇഫ് യു ആർ മൾട്ടിപ്ലൈയിങ് 7 വിത്ത് 1 യു വിൽ ഗെറ്റ് 7. സോ 1 വെച്ച് ഏത് ഒരു ഡിജിറ്റിനെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താലും അതേ ഡിജിറ്റ് തന്നെ ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അതേസമയം 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലോ 0 ആയിരിക്കും ആൻസർ. അതായത് 10 × 0 0, 1 × 0 0, 1000 × 0 0. സോ 0 വെച്ച് നിങ്ങൾ ഏതിനെ മൾട്ടിപ്ലൈ ചെയ്താലും യുവർ ആൻസർ വിൽ ബി 0. 1 വെച്ച് നിങ്ങൾ ഏതിനെ മൾട്ടിപ്ലൈ ചെയ്താലും യുവർ ആൻസർ വിൽ ബി ദ സെയിം നമ്പർ. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. സോ ഈ 1 കൊണ്ട് ഞാൻ ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താലും 1 × 1 1, 1 × 2 2, 1 × 3 3, 1 × 4 4, 5 6 7 8 എക്സെട്ര ഇങ്ങനെ വരും. മനസ്സിലാവുന്നോ? ഇനി ബാക്കി ടേബിൾ നിങ്ങൾ എഴുതി പഠിക്കണം. 2 × 1 2, 2 × 2 4, 2 × 3 6, 2 × 4 8, 10 12 14 എക്സെട്ര. 3 × 1 3, 3 × 2 6, 3 6 9 12 15 18 എക്സെട്ര. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇങ്ങനെ നിങ്ങൾ ടേബിൾ എഴുതുന്നു. ഈ ടേബിളാണ് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ടേബിളിനകത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ 3 ആണ്. 3 കഴിഞ്ഞാൽ 3യുടെ അടുത്ത മൾട്ടിപ്പിൾ വന്ന എത്ര? 6. അതായത് 3യുടെ കൂടെ 3യും കൂടെ സമ്മ് ചെയ്യുന്നതിന് ഈക്വൽ അല്ലേ അത്? 3 + 3 അല്ലേ 6? യെസ്. 6 + 3 അല്ലേ 9, 9 + 3 അല്ലേ 12, 12 + 3 അല്ലേ 15, 15 + 3 അല്ലേ 18, 18 + 3 അല്ലേ 21 എക്സെട്ര. സോ നിങ്ങൾ ഒരു നമ്പറിനെ ഇൻറ്റു ചെയ്യുന്നതിന് പകരം ആ നമ്പർ അത്രയും പ്രാവശ്യം എഴുതി കൂട്ടിയാലും യു വിൽ ഗെറ്റ് ദ സെയിം ആൻസർ. ഫോർ എക്സാമ്പിൾ 3 × 2 എത്രയാണ്? 6 ആണ്. അത് ചെയ്യുന്നതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് 3യെ 2 പ്രാവശ്യം എഴുതി കൂട്ടിയാൽ മതി. 3 + 3 3 + 3 6. അല്ലെങ്കിൽ 2നെ 3 പ്രാവശ്യം നിങ്ങൾ എഴുതി കൂട്ടിയാൽ മതി. 2 + 2 + 2 2 + 2 4 + 2 6. മനസ്സിലാവുന്നോ നിങ്ങൾക്ക്? സോ 2 × 8 ആരെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാൻ പറയാം നിങ്ങൾക്ക്. 2 × 8. So you can do it in 2 ways. One thing is you can learn the table. So 2 × 8 16 നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ എന്തോ ചെയ്യാം? 2 × 8 അതായത് 8നെ 2 പ്രാവശ്യം എഴുതി കൂട്ടണം. 8 + 8 16 അല്ലേ? അല്ലെങ്കിൽ 2നെ 8 പ്രാവശ്യം എഴുതി കൂട്ടണം. 2 + 2 + 2 + 2 അങ്ങനെ 8 പ്രാവശ്യം എഴുതി കൂട്ടിയാലും നിങ്ങൾക്ക് 16 തന്നെ ആയിരിക്കും കിട്ടുന്നത്. മനസ്സിലാവുന്നോ? സോ ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ചാപ്റ്ററിനകത്തോട്ട് നമുക്ക് കടക്കാം. സോ ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സ്റ്റോറിയാണ്. അപ്പോൾ നമ്മൾക്ക് നമ്മളുടേതായ ഫോർമാറ്റിൽ പഠിത്തം തുടങ്ങാം. അതായത് ചാപ്റ്റർ ഫുള്ള് ബുക്കിൽ നമ്മൾ കവർ ചെയ്യും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അരുൺ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആർ ഡിസൈനിങ് ദ കവർ പേജ് ഓഫ് മാത്ത് ക്ലബ്ബ് മാഗസിൻ. സോ നിങ്ങളുടെ സ്കൂളിൽ മാത്ത് ക്ലബ്ബ് മാഗസിനൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യത്തില്ലേ? അതിൻ്റെ കവർ പേജ് പ്രിപ്പറേഷനാണ് അരുണും ഫ്രണ്ട്സും കൂടെ ഇവിടെ ചെയ്യുന്നത്. അതിൻ്റെ അരുണിൻ്റെ ഫ്രണ്ടായ നീതു പറഞ്ഞു. നീതു സജസ്റ്റഡ് drawing colored squares in rows and columns. സോ ഇതുപോലെ കളേർഡ് സ്ക്വയേഴ്സ്. ഇതൊരു കളറല്ലേ, ഇത് വേറൊരു കളറല്ലേ, ഇത് വേറൊരു കളറല്ലേ, ഇത് വേറൊരു കളറല്ലേ, ഇങ്ങനെ കളേർഡ് സ്ക്വയേഴ്സ് നമുക്ക് കവർ പേജായിട്ട് വരയ്ക്കാമെന്ന് നീതു സജസ്റ്റ് ചെയ്തു. സോ അതിനവർ ജസ്റ്റ് ചുമ്മാ ഒരു ബോക്സ് വരച്ചിട്ട് അതെല്ലാം കളർ ചെയ്യുകയല്ല ചെയ്തേ.
So they have actually adopted a pattern for coloring that. Fine. So they decided to color all squares in the first row. Pattern എന്ന് പറയുന്നത് അവർ ഇങ്ങനൊരു സ്ക്വയേഴ്സ് വരച്ചു. അതായത് 1 1 2 3 4 5 6 7 8 9 10 11 12 13. സോ 13 ബോക്സസ് റോയിലുള്ള കോളമാണെങ്കിലോ കോളംസ് ഉള്ള 1 2 3 4 5 6 7 8 9 10. So 10. So 10 റോസ് ഉണ്ട്. ഇതാണ് റോ, ഇതാണ് കോളം. സോ 10 റോസ് ഉള്ള 13 കോളമുള്ള ബോക്സസ് അവർ വരച്ചു, സ്ക്വയേഴ്സ് വരച്ചു. എന്നിട്ട് ഇതിൻ്റെ റോ നമ്പർ 1 അവരെടുത്തു. റോ നമ്പർ 1 അതിൻ്റെ എല്ലാ ബോക്സും അവർ കളർ ചെയ്തു. ഒരു ഓറഞ്ച് കളർ പോലത്തെ കളർ എടുത്ത് എല്ലാ ബോക്സും അവർ കളർ ചെയ്തു. രണ്ടാമത്തെ റോ നിങ്ങൾ ശ്രദ്ധിച്ചോ, റോ നമ്പർ 2. റോ നമ്പർ 2വിനകത്ത് എല്ലാം കളർ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചിലത് മാത്രമേ അവർ കളർ ചെയ്തിട്ടുള്ളൂ. അതവർ പറഞ്ഞിരിക്കുന്നത്. സോ രമ്യ സജസ്റ്റഡ് കളറിങ് ഓൺലി ഓൾട്ടർനേറ്റ് സ്ക്വയേഴ്സ് ഇൻ ദ സെക്കൻഡ് റോ. സോ സെക്കൻഡ് റോയിൽ ആൾട്ടർനേറ്റ് ഒന്നിടവിട്ടുള്ള സ്ക്വയറുകൾ മാത്രമേ അവർ കളർ ചെയ്യുന്നുള്ളൂ. അതായത് രണ്ടാമത്തത് കളർ ചെയ്യും, നാലാമത്തത് കളർ ചെയ്യും, ആറാമത്തത് കളർ ചെയ്യും, 8 10 12. ഇവിടെ എല്ലാം കളർ ചെയ്തു അവർ. 1 2 3 4 5 6 7 8 9 10 11 12 13 സ്ക്വയേഴ്സും അവർ കളർ ചെയ്തു. റോ 2-ലെടുത്താൽ 2 4 6. റോ 3-ലെടുത്താലോ, തേർഡ് റോ എടുത്താലോ, അതിനകത്ത് 1 2 3 മൂന്നാമത്തത് കളർ ചെയ്തു, 4 5 6 ആറാമത്തത് കളർ ചെയ്തു, 9ാമത്തത് കളർ ചെയ്തു, 12ാമത്തത് കളർ ചെയ്തു. ഇനി റോ 4 എടുത്താലോ, അതിൽ 4ാമത്തത് കളർ ചെയ്തു, 8ാമത്തത് കളർ ചെയ്തു, 12ാമത്തത് കളർ ചെയ്തു. സോ ഇഫ് ദിസ് പാറ്റേൺ ദേ ആർ ഫോളോയിങ്, ക്യാൻ യു കളർ ഇറ്റ് ദ സെയിം പാറ്റേൺ വെച്ച് നിങ്ങൾക്ക് കളർ ചെയ്യാൻ പറ്റുമോ? യെസ്, വി ക്യാൻ ഡു ഇറ്റ്. അതെങ്ങനെ അവർ ഉദ്ദേശിക്കുന്നത്? റോ 1-ൽ 1 1 1 1 1 എല്ലാ സ്ക്വയറും കളർ ചെയ്തു. റോ 2-ൽ എല്ലാ 2 2 2 2ഉം കളർ ചെയ്തു. റോ 3-ൽ എല്ലാ 3 + 3 + 3 + 3 കളർ ചെയ്തു. ശരിയല്ലേ? 3 + 3 6 + 3 9. 4-ൽ എല്ലാ 4ഉം കളർ ചെയ്തു. 5-ൽ എനിക്കറിയാം അവർ 5th 1 കളർ ചെയ്യുമെന്ന് എനിക്കറിയാം. ദെൻ 10th 1 കളർ ചെയ്യുമെന്ന് എനിക്കറിയാം. ദെൻ 15th 1 ആണ്. 15 ഈ ബോക്സിനകത്തില്ല. റോ 6-നകത്തോ, റോ 6-നകത്ത് അവർ 6th 1 കളർ ചെയ്യും, പിന്നെ 12th 1 കളർ ചെയ്യുമെന്ന് എനിക്കറിയാം. ശരിയല്ലേ? അപ്പോൾ റോ 7-നകത്തോ, 7-നകത്ത് അവർ 7th 1 കളർ ചെയ്യും, പിന്നെ 14th 1 കളർ ചെയ്യും. പക്ഷെ 14 കോളം ഇല്ലാത്തത് കൊണ്ട് അത് കളർ ചെയ്യാൻ പറ്റത്തില്ല. റോ 8 ആണെങ്കിലോ, റോ 8 ആണെങ്കിൽ അവർ 8th 1 കളർ ചെയ്യും, പിന്നെ 16th 1 കളർ ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് ആ ഒരു ബോക്സ് ഇല്ല. റോ 9 ആണെങ്കിലോ, 9 ആണെങ്കിൽ അവർ 9th 1 കളർ ചെയ്യും, 9th 1 കളർ ചെയ്യും, പിന്നെ 18th 1 കളർ ചെയ്യും. കാര്യം 9 + 9 18 ആണ്. റോ 10 ആണെങ്കിലോ, റോ 10 ആണെങ്കിൽ അവർ 10th 1 കളർ ചെയ്യും, പിന്നെ 20th 1 അവർ കളർ ചെയ്യും. മനസ്സിലാവുന്നു? സോ ഈ പാറ്റേണിലാണ് കളറിങ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ തന്നിരിക്കുന്നത് നോക്കാം. നീതു പറഞ്ഞു ഫസ്റ്റ് റോയിലെ എല്ലാ ബോക്സസും എല്ലാ സ്ക്വയേഴ്സും കളർ ചെയ്യുന്നു. ദേ ഡിസൈഡഡ് ടു കളർ ഓൾ സ്ക്വയേഴ്സ് ഇൻ ദ ഫസ്റ്റ് റോ. രമ്യ പറഞ്ഞു സെക്കൻഡ് റോയിൽ ഓൾട്ടർനേറ്റ് സ്ക്വയേഴ്സ് കളർ ചെയ്യണമെന്ന്. സൽമ പറഞ്ഞു ലെറ്റ്സ് കളർ ഓൺലി എവരി തേർഡ് സ്ക്വയേഴ്സ് ഇൻ ദ തേർഡ് റോ. വാട്ട് അബൌട്ട് 4th and 5th റോസ്? 4th and 5th റോസിൽ എങ്ങനെ ആയിരിക്കും? സോ ദേ വിൽ കളർ ഓൺലി 4th squares in 4th row and 5th squares in 5th row. See how the squares are colored in the first 4 rows. First 4 rows കളർ ചെയ്തിരിക്കുന്നത് കണ്ടോ നിങ്ങൾ? യെസ്, നമ്മൾ കണ്ടു.
Can you find the squares left to color and complete the design? Yes, ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ലൈൻ വരച്ചിരിക്കുന്നതെല്ലാം നിങ്ങളിവിടെ കളർ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യണം നിങ്ങളുടെ ബുക്കിനകത്ത്. കംപ്ലീറ്റ് ദ ടേബിൾ. ഇവിടെ ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുകയാണ്. വിച്ച് ആർ ദ സ്ക്വയേഴ്സ് കളേർഡ് ഇൻ ദ സെക്കൻഡ് റോ? സെക്കൻഡ് റോ പോയി നോക്കാം നമുക്ക്. റോ 2 ഇതല്ലേ സെക്കൻഡ് റോ. സെക്കൻഡ് റോയിൽ 2, 4, 6, 8, 10, 12. So 2, 4, 6, 8, 10, 12. What are the squares colored in the third row? 3. See, നമുക്കറിയാം കോളം 1 തൊട്ട് 13 വരെ ഉള്ളതാണ്, 13 വരെ. സോ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ 13 അകത്ത് വരുന്ന നമ്പേഴ്സ് അല്ല അതുപോലെ എഴുതുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. സോ ഇവിടെ 2ൽ സ്റ്റാർട്ട് ചെയ്താൽ 12ൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. കാര്യം 12 + 2 14 ആണ്. അത് നമുക്ക് ഇവിടെ ഇല്ല എന്തുവായാലും. ഇവിടെ 3 + 6 9, 12. ഇവിടെ വാട്ട് ആർ ദ സ്ക്വയേഴ്സ് കളേർഡ് ഇൻ ദി തേർഡ് കോളം? ശ്രദ്ധിച്ചോണം, ഇവിടെ രണ്ടും റോ ആണ് ചോദിച്ചത്, ഇവിടെ തേർഡ് കോളമാണ് ചോദിക്കുന്നത്. സോ തേർഡ് കോളം നിങ്ങൾ നോക്കണം. ഇതാണ് കോളം നമ്പർ 1, കോളം നമ്പർ 2, കോളം നമ്പർ 3. തേർഡ് കോളത്തിൽ കളർ ചെയ്തിരിക്കുന്നത് ഒന്നാമത്തത് കളർ ചെയ്തിട്ടുണ്ട്, 2 മൂന്നാമത്തത് കളർ ചെയ്തിട്ടുണ്ട്. സോ 1ഉം 3ഉം കളർ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും കളർ ചെയ്തിട്ടില്ല. ശ്രദ്ധിച്ചോ, ഇതിനകത്ത് വേറെ ഒന്നും കളർ ചെയ്തിട്ടില്ല, ഒന്നും കളർ ചെയ്തിട്ടില്ല. സോ സ്ക്വയേഴ്സ് കളേർഡ്. വിച്ച് ആർ ദ സ്ക്വയേഴ്സ് കളേർഡ് ഇൻ ദി തേർഡ് കോളം? ഇറ്റ് ഈസ് 1, 3. വിച്ച് ആർ ദ സ്ക്വയേഴ്സ് കളേർഡ് ഇൻ ദ സിക്സ്ത് കോളം? സിമിലർ അറേഞ്ച്മെൻ്റ് ആയിരിക്കും സിക്സ്ത് കോളവും 1ഉം 6ഉം. എടുത്ത് നോക്കിയേ, ഇതാണ് കോളം നമ്പർ 6. കോളം നമ്പർ 6 എടുത്തു കഴിഞ്ഞാൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്. ഓക്കെ, സോ 1, 2, 3, 6. ഞാനിവിടെ എഴുതിയ തെറ്റാണ്. അന്നേരം നിങ്ങൾ 1, 2, 3, 6 എന്ന് എഴുതണം. 1, 2, 3, 6. So which are the squares colored in the 8th column? So column അവിടെ പറഞ്ഞിരിക്കുന്നത്. So 8th column നിങ്ങൾ എടുക്കണം. കോളം നമ്പർ 8. So 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 1, 2, 4 ഉണ്ട്, 8 ഉണ്ട്. 1, 2, 4, 8. So 1 ഉണ്ട്, 8 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്. മനസ്സിലാവുന്നോ? In which columns are only 2 squares colored? So ഏത് കോളത്തിലാണ് in which column only 2 squares colored? So കോളം നിങ്ങൾ നോക്കണം. കോളം 1, 2, 3, 4 നോക്കണം. 2 squares exactly colored ആയിരിക്കുന്നത് ഏതിനകത്താണെന്ന്. ഇതിനകത്ത് 1 സ്ക്വയറേ കളറായിട്ടുള്ളൂ, ഇതിനകത്ത് 2 സ്ക്വയർ കളറായിട്ടുണ്ട്, അതിനകത്തും 2 സ്ക്വയർ കളറായിട്ടുണ്ട്, ഇതിനകത്ത് 3, ഇതിനകത്ത് 2. ഓക്കെ, സോ ആ ചോദ്യത്തിന് ആൻസർ എഴുതാം. ഇൻ വിച്ച് കോളംസ് ആർ ഓൺലി 2 സ്ക്വയേഴ്സ് കളേർഡ്? സോ കോളം 1 2 അല്ല, കോളം 2 2 ആണ്. സോ കോളം 2 ഉണ്ട്. കോളം 3-ക്കകത്തോ? കോളം 3-ക്കകത്തും 2 സ്ക്വയേഴ്സ് ആണ് കളറായിരിക്കുന്നത്. കോളം 3 ഉണ്ട്. കോളം 4-നകത്ത് 3 കളറായിട്ടുണ്ട്. കോളം 5-നകത്തോ 1, 2. കോളം 5 ഉണ്ട്. 6-നകത്ത് 1, 2, 3, 4 കളറായിട്ടുണ്ട്. 7 1, 2. സോ 7 ഉണ്ട്. മനസ്സിലായോ? 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, 8 രണ്ടിലധികമുണ്ട്, 9 1, 2, 3 3 ഉണ്ട്, 10 1, 2, 3 ഉണ്ട്, 11 1 കളറായിട്ടുള്ളൂ, 12 1, 2, 3, 4, 5 ഉണ്ട്, 13 1 ആയിട്ടുള്ളൂ. മനസ്സിലാവുന്നോ? So 2, 3, 5, 7 ആണ് ഈ ലാസ്റ്റ്. ഇൻ വിച്ച് കോളംസ് ആർ ഓൺലി 2 സ്ക്വയേഴ്സ് കളേർഡ്? 2, 3, 5, 7. So 2, 3, 5, 7. If we draw some more rows and columns
and color them in the same way. Which are the squares colored in the second row? If we draw some more rows and columns and color them in the same way, which are the squares colored in the second row? Second row il eppozhum 2 sum cheyidangu pova. That is 2 plus 4 2 plus 2 4 4 plus 2 6 6 plus 2 8, then 10 varum 12 varum 14 varum 16 varum 18 varum 20 varum, etc. What is peculiarity of this number pattern? This number pattern peculiarity is 2 add ചെയ്ത് പോവുക എന്ന് പറയാൻ പറ്റും. So these are the numbers got starting from 2 repeatedly adding 2. Yes. So ഈ number pattern speciality ആണ് എഴുതിയിരിക്കുന്നത്. Starting with the 2 ആണ് and repeatedly adding 2 with the previous number. In other words, these are the numbers got multiplying 1 2 3 by etc by 2. Yes, ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് 2ന്റെ ടേബിൾ ആണെന്ന് എനിക്ക് പറയാം. 2ന്റെ ടേബിൾ എന്താണ്? 2ന്റെ ടേബിൾ എന്ന് പറയുന്നത് 2വിനെ ഓരോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 2ന്റെ ടേബിൾ. ഇതെന്ന് പറയുന്നത് 2 into 1 ആണ്. ഇത് 2 into 2 2 into 3 2 into 4 2 into 5 2 into 6 etc. 1 2 3 4 5 6 കൊണ്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെ കൊടുത്തിരിക്കുന്നു. So 2 4 6 8 are all multiples of 2. Clear? So 2 ന്റെ ടേബിൾ ആണ് എഴുതിയിരിക്കുന്നത്. See the third row. Third rowയും സെയിം ആണ്. 3 യുടെ ടേബിൾ ആണ്. 3 into 1 3 into 2 3 into 3 3 into 4 3 into 5 3 into 6 3 into 5 എന്തുവാ? 3 into 5 15 3 into 6 എന്തുവാ? 18 etc. So 3 6 9 12 15 18 21 24 etc. അതാണ് 3 യുടെ ടേബിൾ. ഒന്നുകിൽ നിങ്ങൾക്ക് പ്രീവിയസ് നമ്പറിനോട് 3 സം ചെയ്യാം. സോ 3 + 3 6 6 + 3 9 9 + 3 12. അല്ലെങ്കിൽ ഓരോ നമ്പറും എടുത്തിട്ട് അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ 1 into 3 6 2 into 3 1 into 3 3 2 into 3 6 3 into 3 9. അങ്ങനെ ഞാൻ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോഴേ പറഞ്ഞായിരുന്നു ക്ലാസ്സിൽ ഇതൊരു ടേബിൾ പഠിക്കാനുള്ള ട്രിക്കാണെന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇത്രയും പറഞ്ഞിട്ട് അവർ വന്ന് നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ടേബിളിൻ്റെ കൺസെപ്റ്റിലാണ്. സോ ടേബിളിൻ്റെ കൺസെപ്റ്റ് പറയുന്നത് ശ്രദ്ധിച്ചോ. നമ്പർ ഉണ്ട്, മൾട്ടിപ്പിൾസ് ആണെന്നിരിക്കുന്നത്. സോ 1 വെച്ച് ഏതിനെ മൾട്ടിപ്ലൈ ചെയ്താലും 1 2 3 4 5 6 7 8 9 10 ആയിരിക്കും കിട്ടുന്നത്. 2 വെച്ച് മൾട്ടിപ്ലൈ ആണെങ്കിലോ 2 into 1 2 2 into 2 4 2 into 3 6 2 into 4 8 2 into 5 10 2 into 6 12 14 16 18 20 3 1 into 3 3 3 into 2 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 3 into 2 6 3 into 3 9. So 3 6 9 12 15 18 21 24 27 30. So 3 into 10 30 ആണ്. 3 into 7 21 ആണ്. ഓക്കെ, ഇനി 4ൻ്റെ ടേബിൾ 4 into 1 4 4 into 2 8. So 4 8 12 16. മനസ്സിലാവുന്ന എഴുതുന്ന ഞാനൊന്ന് ക്ലീൻ ചെയ്യട്ടെ ഇത്. ഓക്കെ, സോ 3 4 8 12 16 20 24 28 32 36 40. So 4 into 10 40 ആണ്. 5 10 15 5 into 4 20 5 into 5 25 5 into 6 30 35 40 45 50 6 12 18 24 30 36 6 into 6 6 into 6 36
42, 48, 54, 60, 7, 14, 21, 28, 5 into 7, 35, 42, 49, 56, 63, 70, 8, 16, 24, 32, 40. So 8 into 5, 40, 48, 56, 64, 72, 80, 9, 18, 27, 36, 45, 54, 7, 63, 8 into 9, 72, 9 into 9, 81, 10 into 9, 90. 10 കൊണ്ട് ഏതിനെ മൾട്ടിപ്ലൈ ചെയ്യാനും ആ നമ്പർ കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 1 into 10 10 ആണ്, 2 into 10 20, 3 30, 40, 50, 60, 70, 80, 90, 100. ഓക്കെ, സോ ഇതാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ടേബിൾ. ഈ ടേബിൾ വെച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫ്രം ദ ടേബിൾ ഫൈൻഡ് ദ ആൻസർ ടു ദീസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഇതാണ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, വിച്ച് ഓഫ് ദ നമ്പേഴ്സ് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 1? സോ നമ്പർ ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്, മൾട്ടിപ്പിൾസ് റൈറ്റ് സൈഡ് എഴുതിയിട്ടുണ്ട്. 1ൻ്റെ മൾട്ടിപ്പിൾസ് ആയി എഴുതിയിരിക്കുന്നത് 1 2 3 4 5 6 7 8 9. സോ 1നെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 1ൻ്റെ മൾട്ടിപ്പിളാണ്. സോ 1 2 3 എക്സെട്ര അപ് ടു 10 നിങ്ങൾക്ക് എഴുതാം. 10 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് വിച്ച് ഓൾ നമ്പേഴ്സ്? സോ മൾട്ടിപ്പിളിൻ്റെ കൂട്ടത്തിൽ 10 വരുന്ന എവിടെയാണെന്ന് നോക്കണം. മൾട്ടിപ്പിളിൻ്റെ കൂട്ടത്തിൽ 10 വരുന്ന എവിടെയാണെന്ന് നോക്കണം. എവിടേക്കാണ് 10 വരുന്നത്? ഇവിടെ 10 വരുന്നുണ്ട്. സോ 10 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ദ നമ്പർ 1. ഫൈനല്ലേ? സോ 10 ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഹിയർ. ഇവിടെ 10 ഇല്ല, ഇവിടെ 10 ഇല്ല, ഇവിടെ 10 ഉണ്ട്, ഇവിടെ 10 ഇല്ല, ഇവിടെ 10 ഇല്ല, ഇവിടെ 10 ഇല്ല, ഇവിടെ 10 ഇല്ല, ഇവിടെ 10 ഉണ്ട്. സോ 10 10 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് വിച്ച് ഓൾ നമ്പേഴ്സ് എന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെ എഴുതും നിങ്ങൾ? എഴുതും 1 എഴുതും, 2 എഴുതും, 5 എഴുതും, 10 എഴുതും. സോ 1 10. സോ ഏതിൻ്റെ മൾട്ടിപ്പിൾ ചോദിച്ചാൽ ആ നമ്പർ രണ്ടും ഉണ്ടായിരിക്കും, 1ഉം 10ഉം. 1 10 പിന്നെ 2ഉം 5. ഓക്കെ, സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദ നമ്പേഴ്സ് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 1? 1ൻ്റെ മൾട്ടിപ്പിൾ, 1നെ ഏത് വെച്ച് വേണമെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ, 10 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് വിച്ച് ഓൾ നമ്പേഴ്സ്? ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 10 കിട്ടും? 1നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും, 2നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 കിട്ടും. വിച്ച് ഓഫ് ദ നമ്പേഴ്സ് ആർ മൾട്ടിപ്പിൾസ് ഓഫ് ബോത്ത് 2 and 3? 2ൻ്റെയും 3യുടെയും മൾട്ടിപ്പിൾസ്. സോ 2ൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത് 2 4 6 8 20 ആണ്. 3യുടെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 3 6 9 10 30 ആണ്. ഇവിടെ ചോദ്യം വിച്ച് ഓഫ് ദ നമ്പേഴ്സ് ആർ മൾട്ടിപ്പിൾസ് ഓഫ് ബോത്ത് 2 and 3? 2ൻ്റെയും 3ൻ്റെയും ഒരുമിച്ച് മൾട്ടിപ്പിൾ ആയിരിക്കണം, 2ൻ്റെയും 3ൻ്റെയും. സോ 2ൻ്റെ മൾട്ടിപ്പിൾ ഞാൻ എടുത്താൽ ഇതിനകത്ത് 2 4 6 8 ഉണ്ട്. സോ ഇതിന് രണ്ടിനും കോമൺ ആയിട്ട് വരുന്നതാണ് എടുക്കുന്നത്. 2ൻ്റെയും 3യുടെയും മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇതാ നോക്കിയേ, 2 ഇവിടെ ഉണ്ടോ? ഇല്ല. 4 ഉണ്ടോ? ഇവിടെ 6 ഉണ്ടോ? ഉണ്ട്. സോ 6 ഉണ്ട്, 6 ഉണ്ട്. 8 ഇവിടെ ഉണ്ടോ? ഇല്ല. 10 ഇവിടെ ഉണ്ടോ? ഇല്ല. 12 ഇവിടെ ഉണ്ടോ? ഉണ്ട്. സോ 12 12. 14 ഇവിടെ ഉണ്ടോ? ഇല്ല. 16 ഇവിടെ ഉണ്ടോ? ഇല്ല. 18 ഇവിടെ ഉണ്ടോ? ഉണ്ട്. സോ 6 12 18. 6 12 18 ആണ്. 6 12 18 ആണ് മൾട്ടിപ്പിൾസ് ഓഫ് ബോത്ത് 2 and 3 ഹിയർ. അടുത്ത ചോദ്യം നോക്കാം. ഈസ് 56 എ മൾട്ടിപ്പിൾ ഓഫ് 7? 7ൻ്റെ ഒരു മൾട്ടിപ്പിളാണ് 56. എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? 7ൻ്റെ ടേബിൾ നമ്മൾ എടുത്ത് നോക്കാം. 7ൻ്റെ ടേബിൾ എടുത്താൽ 7 14 21 28 35 42 49 56. സോ 56 7ൻ്റെ മൾട്ടിപ്പിൾ ആണോ? ഈസ് 56 എ മൾട്ടിപ്പിൾ ഓഫ് 7? യെസ്. സോ 7 into 8 ആണ് 56. 7 56.
So which of the numbers are common among the multiples of 5 and 10? 5നും 10നും കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. 5നും 10നും നോക്കാം. അത് നമുക്ക് 5ൻ്റെ ടേബിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. 5ൻ്റെ 5, 10, 15. സോ 10ൻ്റെ ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇതിന് രണ്ടിനും കോമൺ ആയിട്ടുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുന്നതായിരിക്കും എളുപ്പം. സോ 10 ഉണ്ടോ? ഉണ്ട്. 20, 30, 40, 50. സോ 10, 20, 30, 40, 50 ഇതാണ് കോമൺ ആയിട്ടുള്ളത്. ശരിയല്ലേ? മൾട്ടിപ്പിൾസ് ഓഫ് 5 ആൻഡ് 10. 10, 20, 30, 40, 50. What is the least multiple of 8? What is the least multiple of 8? 8ൻ്റെ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ ഏതായിരിക്കും? 8 ആയിരിക്കും. കാര്യം 8നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് ഈ 8 കിട്ടുന്നത്. സോ വാട്ട് ഈസ് ദ ലീസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 8? ദാറ്റ് ഈസ് 8. What is the least multiple of 8? That is 8. That is 8 into 1 is 8. Is every number the least multiple of all itself? Is every number the least multiple of itself? Yes. Yes. മനസ്സിലായോ എന്തോ നിങ്ങൾക്ക്? അതായത് 1ൻ്റെ ലീസ്റ്റ് മൾട്ടിപ്പിൾ ഏതാണ്? 1 into 1 1 ആണ്. 2ൻ്റെ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ ഏതാണ്? 2 into 1 2 ആണ്. ഈ ടേബിൾ തന്നെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. ഇതാണ് നമ്പേഴ്സ് തന്നിരിക്കുന്നത്. ഓക്കെ. സോ 1 അതിൻ്റെ ആദ്യത്തെ മൾട്ടിപ്പിൾ ഏതാ? 1. 2ൻ്റെ 2, 3ൻ്റെ 3, 4ൻ്റെ 4. സോ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ ഏതൊരു നമ്പർ എടുത്താലും അത് അതേ നമ്പർ തന്നെയാണ്. സോ ഈസ് എവരി നമ്പർ ദ ലീസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് ഇറ്റ് സെൽഫ്? യെസ്. ക്ലിയർ? ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുന്നു. ഈ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Write 4 multiples each of the numbers 12, 20, 36, 45. So ഈ നമ്പേഴ്സിൻ്റെ 12ൻ്റെയും 20യുടെയും 36ൻ്റെയും 45ൻ്റെയും ഏതെങ്കിലും 4 മൾട്ടിപ്പിൾസ് ആണ് നമ്മൾ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ 1, 2, 3, 10 എന്ന് എഴുതിയില്ലേ? അതുപോലെ നിങ്ങൾ 12 എഴുതണം. ഈ സൈഡിൽ 12 എഴുതണം, 20 എഴുതണം, 36 എഴുതണം, 45 എഴുതണം. എന്നിട്ട് അവരുടെ മൾട്ടിപ്പിൾസ് എഴുതണം. സോ റൈറ്റ് 4 മൾട്ടിപ്പിൾസ് ഓഫ് ഈച്ച് ഓഫ് ദ നമ്പേഴ്സ്. അതെങ്ങനെ എഴുതുന്നേ? ഞാനിവിടെ എഴുതി കാണിക്കാം. സോ ആദ്യത്തെ നിങ്ങൾ എടുക്കുന്നു 12. 4 മൾട്ടിപ്പിൾസാണ് ചോദിക്കുന്നത്. സോ 12 into 1. 12 into 1 എന്താണ്? 12 ആണ്. 12 into 2 എന്താണ്? 24 ആണ്. 12 into 3 എന്താണ്? 36 ആണ്. 12 into 4 എന്താണ്? 48 ആണ്. അതുപോലെ തന്നെ 20, 40, 60, 80, 36ഉം 45ഉം എഴുതണം. സോ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ടേബിൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ 12നോട് 12 കൂട്ടിയാൽ മതി. ഇപ്പോൾ 12 into 1 12 തന്നെ. അടുത്തത് കണ്ടുപിടിക്കാൻ 12 plus 12 24, 24 plus 12 36, 36 plus 12 48. അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. മനസ്സിലാവുന്നു? ഇപ്പോൾ 20യുടെ എടുത്താലോ? 20യുടെ കാര്യത്തിൽ നിങ്ങൾ എന്തോ ചെയ്തേ? 20യുടെ കാര്യത്തിലും അതേ ഐഡിയ തന്നെ നിങ്ങൾ ഉപയോഗിച്ച് ആദ്യത്തെ എന്തുവാലും 20 തന്നെയാണെന്ന് നമുക്കറിയാം. സോ ആദ്യത്തെ നിങ്ങൾ 20 എടുക്കും. അതിൻ്റെ കൂടെ 20 കൂട്ടിയാൽ 40 കിട്ടും. അതിൻ്റെ കൂടെ 20 കൂട്ടിയാൽ 60 കിട്ടും. അതിൻ്റെ കൂടെ 20 കൂട്ടിയാൽ 80 കിട്ടും. ഇനി 36 നോക്കാം. 36 into 1 36 ആണ്. സോ അതിൻ്റെ അടുത്ത മൾട്ടിപ്പിൾ 36 into 2 ആണ്. അത് 72 ആണ്. അത് നിങ്ങൾക്ക് 36നോട് 36 കൂട്ടിയാലും അത് തന്നെ കിട്ടുന്നത്. ഇനി ഇതിനോടുകൂടെ 36 കൂട്ടി എത്ര കിട്ടും? 108 കിട്ടും. ഇനി 108ൻ്റെ കൂടെ 36 നിങ്ങൾക്ക് കൂട്ടിയാലോ? 144. അടുത്തത് 45 into 1 45 ആണ്. 45 into 2 90 ആണ്. ശരിയല്ലേ? 45 into 2 എന്താ? 90 ആണ്. 90 plus 45 135 ആണ്. 135 plus 45 180 ആണ്.
So write 4 multiples of each of the numbers 12, 20, 36, 45 ഇതാ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. ആൻസി ആൻഡ് അന്ന ആർ പ്ലേസിങ് ഹർഡിൽസ്. സോ ഇതിനെയാണ് ഹർഡിൽസ് എന്ന് പറയുന്നത്. നിങ്ങൾ സ്പോർട്സിനകത്തൊക്കെ കണ്ടു കാണും ഹർഡിൽസ്. അതായത് ഇങ്ങനെ ഒരു ഓടി വരുന്നതിൻ്റെ വഴിയിലൊരു ഹർഡിൽ, ഒരു തടസ്സം വെച്ചേക്കും, അത് ചാടിക്കടന്ന് പോകണം. So Anna and Ansi are placing hurdles in the track for the school sports meet. Hurdles are placed 11 meters apart. So ഓരോ ഹർഡിലും 11 meters apart ആണ് വെച്ചിരിക്കുന്നത് from the starting point. Write in order the distance to each hurdle from the starting line. ക്വസ്റ്റ്യൻ മനസ്സിലായോ നിങ്ങൾക്ക്? ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. 11ന്റെ മൾട്ടിപ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇതാണ് സ്റ്റാർട്ടിംഗ് ലൈൻ എന്ന് വെച്ചോ. ഈ സ്റ്റാർട്ടിംഗ് ലൈനിന് ആദ്യത്തെ ഹർഡിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 11 മീറ്റർ. അടുത്ത ഹർഡിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്താണ്? ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ 11 മീറ്റർ ആണ്. ഈ ഹർഡിൽ നിന്ന് ഈ ഹർഡിലോട്ടാണെങ്കിലോ 11 മീറ്റർ ആണ്. ഈ ഹർഡിൽ നിന്ന് ഈ ഹർഡിലോട്ട് നോക്കിയാലോ 11 മീറ്റർ ആണ്. ഈ ഹർഡിൽ നിന്ന് ഈ ഹർഡിലോട്ട് നോക്കിയാലോ 11 മീറ്റർ ആണ്. ഓക്കെ. സോ ഓരോ ഹർഡിൽ തമ്മിലുള്ള ഗ്യാപ്പ് 11 ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ഇൻ ഓർഡർ ദ ഡിസ്റ്റൻസ് ടു ഈച്ച് ഹർഡിൽ ഫ്രം ദ സ്റ്റാർട്ടിംഗ് ലൈൻ. സ്റ്റാർട്ടിംഗ് ലൈനിൽ നിന്ന് ഒന്നാമത്തേതിനകത്തോട്ട് എത്ര ഡിസ്റ്റൻസ്, രണ്ടാമത്തേതിനകത്തോട്ട് എത്ര, മൂന്നാമത്തേതിനകത്തോട്ട് എത്ര, അതങ്ങനെ എഴുതുന്നത്? ആദ്യത്തത് 11 ആണെന്ന് എനിക്ക് എഴുതാം. കാര്യം 11 × 1 11, പിന്നെ 11 × 2 11 × 3, അതാണ് ഓരോന്ന്. 11 × 1 11 × 2 11 × 3 11 × 4 എത്രണ്ണം ഉണ്ട്? Hurdles are starting point. Right in order. Ansi and Anna are placing hurdles in the track for the school sports meet. So എത്ര ഹർഡിൽസ് ഉണ്ടെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മളൊരു ഏകദേശം ഒരു 5 എണ്ണം ഉദ്ദേശിക്കാം. 11 × 5 എത്ര എണ്ണം ഉണ്ട് പിക്ചറിൽ? 1 2 3 4 5 6 1 2 3 4 5 6 7 8 എണ്ണം ഉണ്ട്. സോ 11 × 6 11 × 7 11 × 8. സോ 8 എണ്ണം ഞാനും എഴുതി വെച്ചിട്ടുണ്ട്. ഫൈൻ. ഇനി 11 × 1 എത്രയാണ്? 11. സോ 11 × 2 എത്രയാണ്? 22 33 44 55 66 77 88. സോ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും 11 മീറ്ററിൽ ആദ്യത്തെ ഹർഡിൽ ഉണ്ടായിരിക്കും. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും 22 മീറ്ററിൽ നെക്സ്റ്റ് ഉണ്ടായിരിക്കും. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും 33 മീറ്ററിൽ തേർഡ് ഉണ്ടായിരിക്കും. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് 44 മീറ്ററിൽ അടുത്തുണ്ടായിരിക്കും. മനസ്സിലായോ നിങ്ങൾക്ക്? സോ 11നെ ഏതെങ്കിലും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ആ നമ്പർ 2 പ്രാവശ്യം നിങ്ങൾ എഴുതിയാൽ മതി. ഇപ്പോൾ 11 × 9 9 2 പ്രാവശ്യം എഴുതി വെച്ചാൽ മതി. 11 × 8 8 2 പ്രാവശ്യം എഴുതി വെച്ചാൽ മതി. ഓക്കെ. സോ വി ഹാവ് സോൾവ് ദാറ്റ്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. റസിയ ഈസ് ക്ലൈംബിംഗ് ദ സ്റ്റെയേഴ്സ് ഇൻ എ ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിൻ്റെ സ്റ്റെയർ കയറി പോവുക റസിയ. ദ ഹൈറ്റ് ഓഫ് ഈച്ച് സ്റ്റെപ്പ് ഈസ് 25 സെൻറ്റിമീറ്റർ. സോ ഓരോ സ്റ്റെപ്പിൻ്റെയും ഹൈറ്റ് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആണ്. സി, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഒന്ന് വരച്ച് നോക്കിയാൽ മതി. മാത്സിനകത്ത് എപ്പോഴും അങ്ങനെയാണ്. ബൈ ഡ്രോയിങ് യു ക്യാൻ ഈസിലി സിംപ്ലിഫൈ ദ ക്വസ്റ്റ്യൻ. റസിയ ഈസ് ക്ലൈംബിംഗ് ദ സ്റ്റെയർ. ദ ഹൈറ്റ് ഓഫ് ഈച്ച് സ്റ്റെപ്പ് ഈസ് 25 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ഔട്ട് ദ ഹൈറ്റ് ടു ഈച്ച് സ്റ്റെപ്പ് ഫ്രം ദ ഗ്രൗണ്ട് ഇൻ സെൻറ്റിമീറ്റർ. സോ തറയിൽ നിന്നും ഓരോ സ്റ്റെപ്പിലോട്ടുമുള്ള ഹൈറ്റ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ചോദ്യം എന്തുവാ? ഇവിടെ 25 ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെ വീണ്ടും 25 ആണ്. മൂന്നാമത്തെ സ്റ്റെപ്പിൻ്റെ വീണ്ടും 25 ആണ്. അടുത്ത സ്റ്റെപ്പിൻ്റെ വീണ്ടും 25 ആണ്. ഓർ 25ൻ്റെ ടേബിളായി ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ എഴുതാം 25 × 1 25 × 2 25 × 3 25 × 4. ഇത് ഒന്നാമത്തെ സ്റ്റെപ്പിനകത്തോട്ടുള്ള ഹൈറ്റ്, രണ്ടാമത്തെ സ്റ്റെപ്പിനകത്തോട്ടുള്ള ഹൈറ്റ്, മൂന്നാമത്തെ സ്റ്റെപ്പ്, നാലാമത്തെ സ്റ്റെപ്പ്, അഞ്ചാമത്തെ സ്റ്റെപ്പ്. സോ 25 × 1 25 25 × 2 50 25 25 കൂടെ 50 അല്ലേ, 75 അല്ലേ, 100 അല്ലേ, 125 അല്ലേ, എക്സെട്ര. മനസ്സിലായോ? സോ ഇതാണ് ആദ്യത്തെ പാർട്ട്. അടുത്ത പാർട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് ചെയ്യണം. ചാനൽ മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ. ബൈ.